പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഉദ്ദീപിപ്പിക്കേണ്ട കാര്യമില്ല. അത് ഒരു സെക്കുലർ ആയിട്ടുള്ള ചിന്തയെ അത് സഹായിക്കില്ല എന്നൊക്കെ ഉള്ളത് കൊണ്ട് ആണ് ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള രീതിയാണ്. കാരണം പ്രത്യേകിച്ച് പ്രശ്നങ്ങളിലൊരു സമൂഹത്തിൽ അത് കൂടുതൽ ആളിക്കത്തുന്ന തരത്തിലുള്ള സംഗതികളും ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു രീതി. അതുകൊണ്ട് അവരുടെ ഇടയിൽ അത്തരത്തിലുള്ള ഒരു പ്രിഫറൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പിന്നെ മറ്റ് കാര്യങ്ങളിൽ വന്ന എക്സാജറേഷനെ അതുകൊണ്ട് അവർ ആക്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ഒന്ന് ഇപ്പം ഈ ഗംഗ ആ പ്രദേശങ്ങൾ വരെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വന്ന മുസ്ലിം കോൺഗ്രസിൻ്റെ സിന്ധ് ഭാഗത്ത് ആദ്യം നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ, അപ്പോൾ അതിൻ്റെ ഒരു റിലീജിയൻ്റെ സംഗതി കൊടുക്കുകയും അവരിങ്ങനെ ഭയങ്കരമായിട്ട് ആ ക്ഷേത്രങ്ങളൊക്കെ നശിപ്പിച്ച് ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് വന്നവരാണ്. അവർ വന്നത് അവരുടെ ക്ഷാമകാലത്താണ്. അവിടെ ഒരു പീഠഭൂമിയാണല്ലോ. അപ്പോൾ അവർക്ക് വിളവും ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്താണ് അവരുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ അവർ കാറ്റിൽ കീപ്പേഴ്സ് എന്നുള്ളതിന് പകരം ഷീപ്പ് ഫാമേഴ്സാണ്. അവരുടെ ഇടയിലും ഈ റെയ്ഡ് ഉണ്ട്. അവർ എപ്പോഴും ഈ പാസ്റ്റോറൽ ഗ്രൂപ്പ് ഒരു ഹണ്ടർ ഗ്രൂപ്പും കൂടി ആയിരിക്കും. അങ്ങനെ ഹണ്ടിങ്ങിൻ്റെ ഒരു രീതിയിലാണ് അവർ വന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു സ്റ്റേജിൽ ആണ് ആദ്യം അതിനൊരു ബോധം വരുന്നത് യഥാർത്ഥത്തിൽ ഹുമയൂണിന് തന്നെയാണ്. ഹുമയൂണിന് തോന്നുകയാണ് ഇവിടെ തന്നെ നിന്നിട്ട് ഇവിടുത്തെ കൃഷിയും ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്താൽ മതിയല്ലോ, പിന്നെന്തിനാ അങ്ങോട്ട് പോകുന്നത് എന്നുള്ള തോന്നലുണ്ടായി. അത് കൂടുതൽ ശക്തമായ രീതിയിൽ ഉണ്ടാവുകയും ഇവിടെ തന്നെയുള്ള സമൂഹമായിട്ട് ഇഴുകിച്ചേർന്ന്, പ്രത്യേകിച്ച് രജപുത്ര സമൂഹമായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കുകയാണ് വേണ്ടത് എന്നുള്ള ഒരു സ്ട്രാറ്റജി കൊണ്ടുവരുന്നത് ബാബറാണ്. അതിൻ്റെ മുമ്പുള്ള ഈ പിന്നെ ഗസ്നിമാരും തുഗ്ലക്മാരും ഒക്കെ ആയിട്ടുള്ള സംഘങ്ങളുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ ആ സംഘങ്ങൾ ശരിക്കും പ്ലണ്ടറേഴ്സ് തന്നെയാണ്. അവർ ക്ഷേത്രം പൊളിക്കുന്നത് ഹിന്ദു സ്ഥാപനം എന്നുള്ള ഒരു രീതിയിലല്ല. ഹിന്ദു എന്നുള്ളൊരു വാക്ക് തന്നെ ആ സമയത്തില്ല. ഈ സിന്ധ് എന്നുള്ളതിന് ഹിന്ദ് എന്നാണ് പറയുക. കാരണം ഈ പേർഷ്യൻ ഭാഷയിൽ സാ എന്നുള്ള അക്ഷരം ഇല്ല, അത് ഉച്ചരിക്കുന്നത് ഹ എന്നാണ്. സരസ്വതി എന്നുള്ളതിന് ഹരഹോതി എന്നേ അവർ പറയുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ രീതി. അപ്പോൾ ഈ സിന്ധ് എന്നുള്ളതിന് ഹിന്ദ്, അൽ ഹിന്ദ് ആണ് എന്ന് വെച്ചാൽ അവർ സിന്ധു എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ സിന്ധു നദിയുടെ ഭാഗത്തുള്ള കച്ചവടക്കാർക്കെതിരായിട്ട് ചില പിന്നെ നിയമങ്ങൾ കൊണ്ടുവന്നതിനെ ഹിന്ദുക്കൾക്കെതിരെയുള്ള നിയമങ്ങൾ എന്ന് മാറ്റി വ്യാഖ്യാനിക്കുക അങ്ങനെ. അപ്പോൾ ഇത്തരം ചില പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയും അതുപോലെ പ്രധാനപ്പെട്ട സോമനാഥ ക്ഷേത്രം ആ കൊള്ളയടിച്ച് നശിപ്പിച്ചതിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ അതിനെ വല്ലാതെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ട് സോമനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് തന്നെ റോമിള താപ്പർ ഒരു പുസ്തകം എഴുതി. അപ്പോൾ ഈ പുസ്തകം എഴുതിയപ്പോൾ ആ പുസ്തകത്തിൻ്റെ സന്ദർഭം എന്ന് വെച്ചാൽ സോമനാഥ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പൂർണ്ണമായിട്ട് അങ്ങോട്ട് പറയാമെന്നാണ്. ആരൊക്കെ ആക്രമിച്ചു, ഏതൊക്കെ സന്ദർഭത്തിൽ ആക്രമിച്ചു, ഏതൊക്കെ ആക്രമണം നടത്താത്ത മുസൽമാന്മാർ അതിന് ധാരാളമായിട്ട് സംഭാവനകൾ നടത്തി എന്നുള്ളതും, പിന്നെ ആക്രമണകാരികൾ അല്ലാതെ വന്ന മുസൽമാന്മാർ ആ ക്ഷേത്രത്തെ എങ്ങനെ കണ്ടു, അതിന് എന്തൊക്കെ രീതിയിൽ സംരക്ഷണം ഏർപ്പെടുത്തി എന്നൊക്കെയുള്ള കാര്യം മുഴുവൻ പറയുകയാണ്. അത് പറയുമ്പോൾ അത് ഒന്നും പറയാതെ ഈ ക്ഷേത്രത്തെ ആക്രമിച്ച് നശിപ്പിച്ച പിന്നെ ഇറാനികളെയും തുറാനികളെയും അഫ്ഗാനികളെയും ഒക്കെ പറയാം. അഫ്ഗാൻ ട്രൈബുകൾ അങ്ങോട്ട് ആക്രമണം നടത്തിയതിൻ്റെ കാര്യം
അതിനെല്ലാം മുസൽമാൻ എന്നുള്ളൊരു വാക്കിൽ ആണ് പറയുക. അറബ് കോൺക്വസ്റ്റ് ഓഫ് മുസ്ലിംസ് അല്ല, സിന്ധ് കോൺക്വസ്റ്റ് ഓഫ് ദി അറബ് മുസ്ലിംസ് എന്നുള്ള രീതിയിൽ ഈ മുസ്ലിം എന്നുള്ള വാക്ക് തന്നെ 13th century മുതൽക്കേ ഉപയോഗിക്കാൻ തന്നെ പാടുള്ളൂ. അത് മുസൽമാന്മാരാണ്, പക്ഷേ അവർ മുസ്ലിം എന്നങ്ങനെ പറയാൻ സാധിക്കില്ല. മുസ്ലിം എന്നുള്ളൊരു വിഭാഗം ശരിക്ക് ടർക്കിഷ് മുസൽമാന്മാരെയാണ് മുസ്ലിം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് പോട്ടെ, അത് ഒരു പ്രശ്നമല്ല. പക്ഷേ ഈ വന്ന സുൽത്താന്മാരെ അവിടെയുള്ള ആൾക്കാർ തന്നെ എങ്ങനെയാണ് കണ്ടത് എന്ന് പറയാം. ഇപ്പോൾ ഔറംഗസീബിൻ്റെ ഏറ്റവും വലിയ ശക്തരായിട്ടുണ്ടായിരുന്ന പട്ടാളക്കാർ മുഴുവനും രജപുത്രന്മാരാണ്. അതുപോലെ ശിവജിയുടെ ഏറ്റവും ശക്തിയുള്ള ആൾക്കാർ ഈ മുസൽമാന്മാരായിട്ടുള്ള പീരങ്കി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അവർ ഇറാനിയൻസാണ്. ഈ തരത്തിലുള്ള സംഗതികൾ പറയാതിരിക്കുകയും ഒരു വശത്ത് ശിവജിയെ ഭയങ്കര ഹിന്ദു പേട്ടനായിട്ട് കാണുക, വേറൊരു വശത്ത് മുസ്ലിം എന്നുള്ള ഒരു സംഗതി വയ്ക്കുക. ഈ തരത്തിലുള്ള ഒരു ഡിവിഷൻ അന്നത്തെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് എക്സാമിൻ ചെയ്യലാണ് റോംലയും ഇർഫാൻ ഹബീബും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിലെ മാർക്സിസ്റ്റ് ചരിത്രം അല്ല, മാർക്സിസ്റ്റ് സിദ്ധാന്തം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു സമൂഹത്തിൻ്റെ രൂപീകരണത്തിന് പിന്നിൽ അതിൻ്റെ ഒരു സാമ്പത്തികമായ അടിത്തറയും സാമ്പത്തികമായിട്ടുള്ള ഉൽപ്പാദന ബന്ധങ്ങളും ഇതൊക്കെയാണ് വരിക എന്ന് പറഞ്ഞാൽ അത് കാര്യമായിട്ട് വയ്ക്കും. മാർക്സിൻ്റെ സിദ്ധാന്തം അല്ലാതെ സിദ്ധാന്തം എന്ന് പറയാൻ ചരിത്രത്തിന് വേറൊന്നുമില്ല. അതൊന്ന്. വേറൊന്ന്, ചരിത്രം വളരെ സങ്കീർണമായിട്ട് ഇങ്ങനെ ഉള്ള ഒരു സംഗതിയാണ്. ഒരു ഭയങ്കര കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരു ഭൂതകാലമാണ്. അതിനെ നമുക്ക് ഒരു കൂമ്പാരമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ കൂമ്പാരത്തുനിന്ന് ചിലതിനെ തിരഞ്ഞെടുത്ത് ഒന്ന് ക്രമത്തിൽ ചിട്ടപ്പെടുത്തി ഒരു മാല ഉണ്ടാക്കുന്നതും പൂക്കളുടെ കൂട്ടവും ആയിട്ട് താരതമ്യപ്പെടുത്തിയാൽ ഭൂതകാലം പൂക്കളുടെ ഒരു കൂട്ടമാണ്. അതിൽ നിന്ന് ഒരു മാല സൃഷ്ടിക്കലാണ് ഒരു ചരിത്ര രചന എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കോർത്ത് കെട്ടാനൊരു നൂല് വേണം, അല്ലെ അത് കോർത്ത് നിർത്താൻ പറ്റില്ല. അങ്ങനെ ചരിത്രത്തെ വസ്തുതകൾ വെച്ച് കോർത്തിണക്കാൻ ഒരൊറ്റ സിദ്ധാന്തമേ ഉള്ളൂ. അത് മാർക്സിൻ്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസമാണ്. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസിനുള്ള ഒരു മുഗൾ പീരീഡിനോടുള്ള ഒരു ഒബ്സഷൻ ഉണ്ട് എന്ന് പറയുകയും ഉണ്ടെന്നുള്ളതും ഈ മുഗൾ സാമ്രാജ്യത്തോട് ഒപ്പമോ ഈവൻ അതിലും വലുതെന്ന് പറയാമെങ്കിൽ ഇപ്പൊ ചോള സാമ്രാജ്യം പോലെയുള്ള ആ പീരീഡിലുള്ള നേറ്റീവ് കിങ്ഡങ്ങളെ കൃത്യമായിട്ട് ഒരു അവോയ്ഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഫോളോ ചെയ്ത് കാണുന്നുണ്ട്. അതിനെന്താ? ഇല്ല, അത് ശരിയല്ല. ഇപ്പോൾ എവിടെയാണോ കൂടുതൽ സോഴ്സ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉള്ളത് അത് പേർഷ്യൻ ഭാഷ നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ പരിശീലനം നേടിയിട്ടുള്ള ആൾക്കാർ അത് പഠിച്ചു. ഇപ്പോൾ മുഹമ്മദ് ഹബീബ്, അദ്ദേഹത്തിൻ്റെ മകൻ ഇർഫാൻ ഹബീബ്, അങ്ങനെ ഒരു സംഘമാണ്. അപ്പോൾ അവർ ഇപ്പം മുഗൾ അഗ്രാരിയൻ റിലേഷൻസിനെ പറ്റിയിട്ട് ഇർഫാൻ ഹബീബ് എഴുതിയ പുസ്തകം ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണ്. അത് ഇസ്ലാമിക് വേൾഡിൽ തന്നെ ഉള്ള വലിയ സ്കോളേഴ്സ് ഉണ്ട്, അവർക്ക് ഇത് അപ്രീസിയേഷൻ വരുന്നത് ഇസ്ലാം പിന്നെ ഫേവറിറ്റിസം കാണിച്ചുകൊണ്ടാണ് എന്നൊക്കെ പറയാം. പക്ഷേ മുഗൾ അഗ്രാരിയൻ റിലേഷൻസിൽ അടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഹൈ ലെവൽ എക്സ്പ്ലോയിറ്റേഷനെ പറ്റിയിട്ട് മുഗളന്മാരുടെ നേരത്തെ പഠിച്ചിട്ടുള്ള ഈ സോക്കോൾഡ് ഇസ്ലാം അല്ലാത്ത ചരിത്രകാരന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അഗ്രാരിയൻ റിലേഷൻസ് ഓഫ് ദി മുഗൾ പീരിയഡ്, അഗ്രാരിയൻ റിലേഷൻസ് അണ്ടർ ദി മുഗൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇർഫാൻ ഹബീബിൻ്റെ പുസ്തകം ഒരു ഗ്ലോബൽ റെക്കഗ്നേഷൻ ഉള്ള പുസ്തകമായിട്ട് ഇപ്പോഴും തുടരുന്നത്. അപ്പം അതിൻ്റെ ചില ഭാഗങ്ങൾ പാഠപുസ്തകത്തിൽ കൊടുത്തുകൊണ്ട് NCERT പുസ്തകം ഉണ്ടാക്കി. അപ്പോൾ അത് മുഴുവനും നീക്കം ചെയ്തുകൊണ്ട് വേറെ ഒരു സംരംഭം വരുന്നു. അത് ഈ മുസ്ലിം എന്നുള്ള രീതിയിൽ കാണുന്നത് കൊണ്ടാണ്. ഇർഫാൻ ഹബീബ് പള്ളിയിൽ പോകുന്ന ആളല്ല, അദ്ദേഹം സാധാരണ രീതിയിൽ മുസൽമാന്മാരുടെ ശത്രുവാണ്. അലിഗഡ് യൂണിവേഴ്സിറ്റിയിലുള്ള
ഈ ശരിക്കും റിലീജിയസ് ഫെനാറ്റിക് ആയിട്ടുള്ള ആളുകളുടെ എല്ലാം ശത്രു ആണ് ഇർഫാൻ ഹബീബ്. അത് കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് എന്നൊക്കെ പറയാമെങ്കിലും എന്താണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ? അയാൾ എന്താണ് സമൂഹത്തിൽ കാണുന്നത്? അയാൾ ഒരു സൈക്കിൾ പ്രൊഫസറായിരുന്നപ്പോൾ തന്നെ സാധാരണ ഒരു സൈക്കിളിൽ തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അയാൾ വലിയ കുലീനനായിട്ടുള്ള, ഇവിടെ നമ്മൾ പറയുന്ന ഈ കെ ഇ എന്നൊക്കെ പറയുമല്ലോ തലശ്ശേരി ഭാഗത്തൊക്കെ, അഷ്റഫ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിമാണ്. അതിൽപ്പെടുന്ന വലിയ അരിസ്റ്റോക്രാറ്റ്സിൻ്റെ കുടുംബമാണ്. അയാൾക്ക് ഈ സൈക്കിളും ചവിട്ടി UP-ലൊക്കെയുള്ള വർക്കിംഗ് ക്ലാസ്സിൻ്റെ ഇടയിൽ പ്രവർത്തിക്കേണ്ട യാതൊരു ആവശ്യവും വാസ്തവത്തിലില്ല. അത് അയാളുടെ ഒരു ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റും സോഷ്യൽ ചേഞ്ചിനോടുള്ള താല്പര്യവും ഒക്കെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാളെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററി ഇങ്ങനെ അഭിമാനം കൊള്ളാനുള്ളൊരു പാസ്റ്റല്ല. അത് ആ തരത്തിലൊരു പാസ്റ്റാവുകയും അവനവൻ്റെ ഐഡൻറ്റിറ്റി അതുമായിട്ട് ബന്ധപ്പെടുത്തി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ആൻസസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൾച്ചറിൽ നിൽക്കുന്ന ആ ഒരു സംഗതി അവർക്ക് തോന്നുകയാണ് അവരുടെ സ്റ്റാറ്റസും റാങ്കിങ്ങും ഒക്കെ അത്തരത്തിലൊരു ഹിസ്റ്ററി ആയിട്ട് ലിങ്ക്ഡാണ്. അതുകൊണ്ട് ആ ഹിസ്റ്ററിയാണ് അടുത്ത തലമുറ പഠിക്കേണ്ടതെന്നാണ്. അത്രേ ഉള്ളൂ. ഇപ്പോൾ റോമല താപ്പർ ശരിക്കും ഒരു മാർക്സിസ്റ്റ് സിദ്ധാന്തം ഉപയോഗിച്ചിട്ടുള്ള സ്വയം മാർക്സിസ്റ്റ് ചരിത്ര അങ്ങനെ കൈകാര്യം ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുള്ള ആളല്ല. അവർ ഒബ്ജക്റ്റീവ് ഹിസ്റ്ററി ഒന്നില്ല എന്നുള്ളത് തന്നെയല്ലേ? അതെ, എല്ലാം പെർസ്പെക്റ്റീവ്സ് മാത്രമേ അത്രയേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റീവ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒന്നും സാധ്യമല്ല. നിങ്ങൾ എന്തിനോടുള്ള പക്ഷപാതം ഉണ്ട് ഹിസ്റ്ററിയിൽ, പക്ഷേ എന്തിനോട് പക്ഷപാതം പുലർത്തുന്നു എന്നുള്ളത്. അത് സാമൂഹ്യ നീതിയോടുള്ള പക്ഷപാതമാണെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകൾ നടക്കും, ചിലതിനെ ഊതി വീർപ്പിക്കാൻ നോക്കില്ല, അങ്ങനെ. ഇപ്പോൾ സ്ത്രീപക്ഷ ചരിത്രം എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് ചില മൂല്യത്തിന് വേണ്ടിയിട്ടാണ് ചരിത്രം എഴുതുന്നത്. അങ്ങനെ ചരിത്രമുള്ളൂ. അതുപോലെ പക്ഷപാത ചരിത്രത്തിൽ ഒന്ന് ഏതെങ്കിലും ഒരു ജാതിയുടെയോ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഭാഗത്ത് പക്ഷപാതം കാണിച്ചുകൊണ്ട് ചരിത്രം എഴുതുന്നതിനേക്കാൾ സമൂഹത്തിൽ പിന്തള്ളപ്പെടുകയും പിന്നെ എല്ലാവരും ചൂഷണത്തിന് വിധേയമാക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പക്ഷം പിടിച്ചുകൊണ്ട്, അതായത് മാനുഷിക നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ചരിത്രം എഴുതുക. ഇപ്പോൾ ദളിത് പക്ഷപാതത്തോടു കൂടി ചരിത്രം എഴുതിയ എന്തോ കുഴപ്പം? അങ്ങനെയാണ് ചരിത്രം എഴുതേണ്ടത്. ദളിത് ചരിത്രം എഴുതുന്ന ആൾക്കാർ പറയും, നിങ്ങൾ നമ്പൂതിരിമാർ അടിമകളാക്കിയതിനെ പറ്റിയിട്ടും ആ അടിമത്തത്തിൻ്റെ പല ദുരിതങ്ങളെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആൾക്കാർക്ക് അറിയാം. നിങ്ങൾ ചരിത്രമായിട്ട് പറയേണ്ടത് അത്തരം ഒരു കാലഘട്ടത്തിൽ ദളിതരായിട്ടുള്ള ആൾക്കാർ, ഈ അടിമകളാക്കപ്പെട്ട ആൾക്കാരുടെ ചെറുത്തുനിൽപ്പിനെ പറ്റിയിട്ടാണ്. അവരെത്രത്തോളം ചെറുത്തു നിന്നു, അത് തോറ്റുപോയ വേറെ വിഷയം. എന്തുകൊണ്ട് ചെറുത്തുനിൽപ്പിനെ പറ്റി പറയുന്നില്ല? അതാണ് ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേകത.